ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത പ്രവാസി മലയാളികളുടെ അവധിക്കാല യാത്ര അനിശ്ചിതത്വത്തിൽ. യുഎഇയിൽ നിന്നും ആഴ്ചയിൽ 108 വിമാന സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 87 വിമാനങ്ങൾ റദ്ദാക്കി. ഈ മാസം 30 വരെ കേരളത്തിലേക്ക് മാത്രം 40 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇന്നലെ ഷാർജയിൽ നിന്നും കണ്ണൂർ, കൊച്ചി, തിരുച്ചിറപ്പള്ളി സെക്ടറുകളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളും റദ്ദാക്കിയിരുന്നു. മലബാറിൽ നിന്നുള്ളവർ ആശ്രയിക്കുന്ന ദുബായ്, മംഗളൂരു പ്രതിദിന സർവീസ് 27 വരെ പൂർണ്ണമായും നിർത്തി. 28 മുതൽ 30 വരെ തിങ്കൾ, ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രമാകും ദുബായ്, മംഗലാപുരം, ദുബായ് സെക്ടറിൽ സർവീസ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം വിമാനങ്ങൾ കർശന അറ്റകുറ്റപ്പണിക്ക് വിധേയമാക്കുന്നതിനാലാണ് സേവനം തടസ്സപ്പെടുന്നത്. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ഇതേ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മറ്റ് സെക്ടറുകളിലേക്കുള്ള വിമാനങ്ങളിൽ സീറ്റ് ലഭ്യതയനുസരിച്ച് യാത്ര ചെയ്യാൻ അവസരമൊരുക്കും. ആവശ്യക്കാർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരിച്ചു നൽകും. അല്ലാത്തവർക്ക് മറ്റൊരു ദിവസത്തേക്ക് യാത്ര ചെയ്യാൻ അധിക തുക ഈടാക്കാതെ റീബുക്കിംഗ് ചെയ്യാം. ഇസ്രായേൽ ഇറാൻ യുദ്ധം യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ യാത്രാ പദ്ധതികളെ സാരമായി ബാധിച്ചു. വിമാനങ്ങൾ റദ്ദാക്കുന്നതും വഴി തിരിച്ചുവിടുന്നതുമെല്ലാം പതിവായതോടെ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ റീഫണ്ടുകളെക്കുറിച്ചും വിദേശയാത്രകൾക്കായി എടുക്കുന്ന ഇൻഷുറൻസിന്റെ പരിരക്ഷയെക്കുറിച്ചുമെല്ലാം നിരവധി സംശയങ്ങളാണ് ഉയരുന്നത്. യുദ്ധങ്ങളോ വ്യോമാതിർത്തി അടയ്ക്കലോ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ചില പ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിലവിലെ സംഘർഷ പശ്ചാത്തലത്തിൽ യുഎഇ നിവാസികളുടെ യാത്രാ പദ്ധതികൾക്ക് വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പല വിമാനങ്ങളും റദ്ദാക്കുന്നതിനും വഴി തിരിച്ചുവിടുന്നതിനും ഇത് കാരണമായി. കൂടാതെ സാധാരണയായി മിക്ക സ്റ്റാൻഡേർഡ് യാത്രാ ഇൻഷുറൻസ് പോളിസികളും യുദ്ധം, ആഭ്യന്തര കലാപം അല്ലെങ്കിൽ സർക്കാർ ഏർപ്പെടുത്തുന്ന വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ എന്നിവ മൂലമുണ്ടാകുന്ന യാത്രാ തടസ്സങ്ങൾക്ക് കവറേജ് നൽകാറില്ല. അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ റീഫണ്ടിനോ യാത്ര പുനർക്രമീകരണത്തിനോ വേണ്ടി യാത്രക്കാർക്ക് പ്രധാനമായും എയർലൈനുകളെ ആശ്രയിക്കേണ്ടി വരും. വിമാനം റദ്ദാക്കുന്നത് എയർലൈനിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർ സാധാരണയായി മുഴുവൻ തുകയും റീഫണ്ടായി നൽകുകയോ അല്ലെങ്കിൽ ടിക്കറ്റ് തീയതി മാറ്റാൻ അനുവദിക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇൻഷുറൻസ് പോളിസികൾക്ക് ചില പരിമിതികളുണ്ടെന്നും ഇൻഷുറൻസ് മാർക്കറ്റ് എയുടെ സിഇഒ വ്യക്തമാക്കി. യുദ്ധം, ഭീകരവാദം അല്ലെങ്കിൽ സർക്കാർ ഇടപെടലുകൾ എന്നിവ മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരു സാധാരണ പോളിസിയുടെ പൊതുവായ ഒഴിവാക്കലുകളുടെ വിഭാഗത്തിലാണ് സാധാരണയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ പോളിസി എടുക്കുമ്പോൾ ഇത്തരം നിബന്ധനകൾ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ നേട്ടവുമായി ഒമാൻ. കഴിഞ്ഞ വർഷം $868 കോടി നിക്ഷേപവുമായി മേഖലയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഒമാൻ ഇടം പിടിച്ചു. UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ. $4560 കോടി നിക്ഷേപവുമായി UAE ആണ് മേഖലയിൽ ഒന്നാമത്. മസ്കറ്റ് ഗവർണറേറ്റിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഫലപ്രദമായ തന്ത്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മസ്കറ്റ് ഏരിയ ട്രാഫിക് പഠനത്തിന്റെ 3ാം പതിപ്പ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ആരംഭിച്ചു. റോഡ് ശൃംഖലയുടെ പ്രകടനം നിരീക്ഷിക്കുന്നതിനും നിലവിലുള്ള ഗതാഗത വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമായാണ് സമഗ്ര പഠനങ്ങൾ നടത്തുന്നത്. അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് സ്ഥാപനമായ ദാറൽ ഹന്തസയാണ് പഠനം നടത്തുക. 433 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഈ പഠനം. മസ്കറ്റിലെ ഗതാഗത സംവിധാനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനം ഈ വിപുലമായ പഠനത്തിൽ ഉൾപ്പെടും. നിലവിലെ ഗതാഗത സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും നഗരവികാസവും സാമ്പത്തിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഗതാഗതം സൃഷ്ടിക്കുന്ന മേഖലകൾ വിലയിരുത്തുക, തിരക്കേറിയ പോയിന്റുകൾ തിരിച്ചറിയുകയും ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, തിരക്ക് കുറയ്ക്കുന്നതിന് ഹ്രസ്വ, ഇടത്തരം, ദീർഘകാല വികസന പദ്ധതികളിലേക്ക് ഗതാഗത പരിഹാരങ്ങൾ സംയോജിപ്പിക്കുക എന്നിവയാണ് പഠനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്. നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസൃതമായി ഗതാഗത മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പവും കാര്യക്ഷമവുമായ ഗതാഗത സംവിധാനം ഉറപ്പാക്കുന്നതിനുമുള്ള മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പഠന സർവേ നീക്കം.
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ തുടരുന്നു. സൊഹർ, സഹം, റുസ്താഖ്, ഇബ്രി, ഹംറ, വാദി ജിസി, ഇബ്ര, യങ്കൽ, ഖാബൂറ, സമായിൽ, അവാബി, മുദൈബി വിലായത്തുകളിലെ പർവ്വതനിരകളിലും ഗ്രാമങ്ങളിലുമാണ് മഴ പെയ്തത്. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇടിയോടുകൂടിയ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും കാറ്റിനും വാദികൾ നിറഞ്ഞൊഴുകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ദിവസങ്ങളിലും ഭാഗികമായി മഴ തുടർന്നേക്കും. ദോഫാറിലും അടുത്ത ദിവസങ്ങളിൽ നേരിയ മഴ ലഭിച്ചേക്കും. അതേസമയം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ചൂടിന് രാജ്യത്ത് കുറവില്ല. ഒമാൻ സമുദ്രത്തിന്റെ തീരമേഖലകളിൽ കനത്ത ചൂടാണ് രേഖപ്പെടുത്തിയത്. മഖ്ഷിനിൽ 47 ഡിഗ്രിയാണ് താപനില. ബിദ്ബിദ്, ഇസ്കി, നിസ്വ, ബഹല, ആദം, സമായിൽ, മർമുൽ, മസ്യൂന, തുംറൈത്ത് എന്നിവിടങ്ങളിൽ 42 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. ഇന്നും മഖ്ഷിനിലാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. ഇവിടെ താപനില 47 ഡിഗ്രിയാകാൻ സാധ്യതയുണ്ട്. സലാല തീരത്തിന് തെക്കു കിഴക്കായി വാണിജ്യ കപ്പൽ മുങ്ങി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ജീവനക്കാരായ 20 പേരെയും രക്ഷപ്പെടുത്തിയതായി ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. സലാല തീരത്തിന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായി കൊമോറോസ് പതാകയുള്ള ഫിനിക്സ് 15 എന്ന വാണിജ്യ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം സമീപത്തുണ്ടായിരുന്ന ഗൾഫ് ബർക്ക വാണിജ്യ കപ്പലാണ് അപകടത്തിൽപ്പെട്ട കപ്പലിലെ ജീവനക്കാരെ രക്ഷിച്ചത്. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. പശ്ചിമേഷ്യൻ മേഖലയുടെ സമാധാനത്തിനായി മധ്യസ്ഥ ശ്രമം തുടരുന്നതിനിടെ ആക്രമണം വ്യാപിപ്പിച്ച് ഇറാനും ഇസ്രായേലും. ജനീവയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിതല അനുനയ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തിയത്. സമാധാന ശ്രമം അവസാനിച്ചിട്ടില്ലെന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അറിയിച്ചു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരെ അറിയിക്കുകയായിരുന്നു. സംഘർഷം 2ാം ആഴ്ചയിലേക്ക് കടന്നതോടെ ഇസ്രായേലിലെ ശാസ്ത്ര കേന്ദ്രം ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. സുപ്രധാന ശാസ്ത്ര കേന്ദ്രമായ റഹവോത്തിലുള്ള വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു ആക്രമണം. ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഇവിടത്തെ 45 ലാബുകൾക്ക് സാരമായ നാശനഷ്ടമുണ്ടായെന്നും വർഷങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ നശിപ്പിക്കപ്പെട്ടെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ടെൽ അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ ഔദ്യോഗിക മാധ്യമം അറിയിച്ചു. ടെൽ അവീവിന് സമീപമുള്ള ഹൊലോനിൽ മിസൈൽ പതിച്ച് സാരമായ നാശനഷ്ടമുണ്ടായി. സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എല്ലാവർക്കും വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്നും അബ്ബാസ് അറാഗ്ചി വീണ്ടും മുന്നറിയിപ്പ് നൽകി. തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തിയത്. ഇറാന്റെ 2 മുതിർന്ന കമാൻഡർമാരെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ക്വാമിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കെയറിന്റെ ഫലസ്തീൻ വിഭാഗം മേധാവി സൗദ് ഇസാദിയും പടിഞ്ഞാറൻ ഇറാനിൽ യാത്ര ചെയ്യുകയായിരുന്ന IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ബെഹനാം ഷഹരെയും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു.